നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. റവാഡ ചന്ദ്രശേഖരനെ DGP ആയിട്ട് നിയമിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് വലിയ അതൃപ്തിയുണ്ട്, പൊട്ടിത്തെറിയുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം P. ജയരാജൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് ആ വ്യാജ വാർത്ത പൊളിച്ചതായിരുന്നു. അതായത് P. ജയരാജന്റെ പേരിലായിരുന്നല്ലോ ഈ വ്യാജ വാർത്ത പ്രചരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ജയരാജന് പിന്നാലെ തന്നെ MV ജയരാജനും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നു, ഈ വിഷയത്തിൽ വ്യക്തത വരുത്തുന്നു, മാധ്യമങ്ങളിലെ വ്യാജ വാർത്തകളൊക്കെ തകർത്ത് തരിപ്പിണമാക്കുകയാണ്. വിവാദമാക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. സാധാരണഗതിയിലുള്ള നിയമ നടപടിക്രമങ്ങൾ മാത്രമാണ് പുതിയ DGP നിയമനത്തിലും പാലിച്ചിട്ടുള്ളത്. 2021 മുതൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച മാർഗരേഖ കൂടി നിയമന മാനദണ്ഡമായിട്ട് മാറി. അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കാര്യം, സംസ്ഥാന സർക്കാർ യോഗ്യരും കഴിവും പ്രാപ്തിയും സീനിയോറിറ്റിയുമുള്ള പോലീസ് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പാനൽ തയ്യാറാക്കി കേന്ദ്രത്തിലേക്ക് അയക്കുക. കേന്ദ്ര സർക്കാർ യൂണിയൻ PSC വഴി സ്ക്രൂട്ടിനി നടത്തി ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. യഥാർത്ഥത്തിൽ അതിന് നിയോഗിച്ചത് ഒരു 5 അംഗ കമ്മിറ്റിയെയാണ്. കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിയും DGPയും ആ 5 അംഗ സമിതിയിലുണ്ട്. ബാക്കി 3 പേരും കേരളത്തിന് വെളിയിലുള്ളവരാണ്. അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയോഗിക്കുന്ന വിദഗ്ധരാണ്. പോലീസിലും ആഭ്യന്തര വകുപ്പിലും ഒക്കെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമാണ്. ഈ 5 അംഗ സമിതി 3 പേരടങ്ങുന്ന യോഗ്യരായ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന് അയച്ചു നൽകുകയും സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചത് പ്രകാരം ഈ 3-ൽ നിന്നും ഒരാളെ സർക്കാരിന് തീരുമാനിക്കാവുന്നതുമാണ് എന്നതാണ് അതിലെ DGP നിയമ മാർഗരേഖ. അത് പ്രകാരമാണ് രവത ചന്ദ്രശേഖരനെ നിയമിച്ചിട്ടുള്ളത്. അതുപ്രകാരം തന്നെയാണ് നേരത്തെ നിരവധി DGPമാരെ നിയമിച്ചിട്ടുള്ളത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിലും. ഇപ്പൊ കേരളത്തിൽ തന്നെ കൂത്തുപറമ്പ് കേസിലെ പ്രതിയായ ഒരാളാണ് K. പത്മകുമാർ. അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള DGPയായി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും DGP കേഡറായി പ്രൊമോഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം DGPയായി റിട്ടയർ ചെയ്തത്. നേരത്തെ TP സെൻകുമാർ, അദ്ദേഹമാണെങ്കിൽ MG കോളേജിൽ കയറി പോലീസ് അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കഴുത്തിന് പിടിച്ച് മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. വിവാദ പുരുഷനായിരുന്നു. പിന്നീട് അദ്ദേഹം കണ്ടെത്തിയ ലാവണം സംഘപരിവാറിൻ്റെ കൂടെയാണ്. ആ സെൻകുമാറിനെ DGP ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ നിയമന നടപടിക്രമം മാത്രമാണ് രവത ചന്ദ്രശേഖരനെ DGP ആക്കുന്നതിൽ സർക്കാർ സ്വീകരിച്ച നിലപാട്. CPIM-ൽ രവത ചന്ദ്രശേഖരനെ DGP ആക്കിയതിൽ അസംതൃപ്തി എന്നും മറ്റുമുള്ള പ്രചാരവേല നടത്തുന്ന കൂട്ടർ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ് ആ പ്രചരണം നടത്തുന്നത്. രവത ചന്ദ്രശേഖരൻ എന്തെങ്കിലും അയോഗ്യത യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. DGP ആകാൻ യോഗ്യനാണോ? ആണ്. അതോടൊപ്പം മറ്റ് 2 പേര് കൂടിയുണ്ട്. പക്ഷെ സംസ്ഥാന മന്ത്രിസഭ ആ 3 പേരിൽ നിന്ന് ഒരാളെ തീരുമാനിച്ചു. ഇനി കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ ആ സംഭവത്തിൽ
അന്നത്തെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഞാനും അന്നത്തെ ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രനുമായിരുന്നുവല്ലോ ആ സമരത്തെ നയിച്ചത്. ഞങ്ങൾ ദൃക്സാക്ഷികളാണല്ലോ. ഏകദേശം 2 മണിക്കൂർ നേരം രവതാ ചന്ദ്രശേഖരനും അന്നത്തെ കൂത്തുപറമ്പ് CI രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള 400-ലേറെ വരുന്ന പോലീസുകാരും ഞങ്ങൾ 1500-2000-ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാരും ശാന്തമായിട്ടായിരുന്നല്ലോ കൂത്തുപറമ്പ് ടൗൺ ഹാളിന്റെ പരിസരത്ത് ഉണ്ടായത്. അതിന് മാധ്യമ പ്രവർത്തകർ സാക്ഷികളാണല്ലോ. നിരായുധരായിരുന്നല്ലോ. പോലീസ് വെടിവെപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തിയ അന്നത്തെ ജില്ലാ സെഷൻസ് ജഡ്ജി കെ പത്മനാഭൻ നായർ എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകിയുണ്ടായി. യഥാർത്ഥത്തിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് നീതീകരിക്കാവുന്നതല്ല എന്നത് അദ്ദേഹത്തിന്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 5 പേരെ തത്സമയം വെടിവെച്ച് കൊന്നതും വെടിയേറ്റ് സുഷുപ്ന നാടി തളർന്ന് 30 വർഷം ജീവിക്കുന്ന രക്തസാക്ഷി ആയതിനു ശേഷം നമ്മെ വിട്ടുപിരിയുകയും ചെയ്ത പുഷ്പനടക്കം 6 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും 6 പേർക്ക് വെടിവെപ്പിൽ പരിക്കേൽക്കുകയും 133 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ്, ലാത്തിചാർജിൽ പരിക്കേൽക്കുകയും ചെയ്തതാണ് കൂത്തുപറമ്പ് വെടിവെപ്പ്. ഞങ്ങളെയൊക്കെ തലതല്ലി പൊട്ടിച്ചതാണ്. ആദ്യമായ തല്ല് കിട്ടിയത് എനിക്കാണ്. ഹക്കിം ബത്തേരി മന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൂത്തുപറമ്പിൽ വന്ന് ഇറങ്ങിയ ഉടൻ അദ്ദേഹമാണ് ആദ്യത്തെ അടി എനിക്ക് നേരെ നൽകിയത്. പിന്നീട് മറ്റുള്ളവരെയും തല്ലി. അന്ന് ആ സംഭവത്തെക്കുറിച്ച് എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം കമ്മീഷൻ പറഞ്ഞു, കൂത്തുപറമ്പ് വെടിവെപ്പ് നീതീകരിക്കാവുന്നതല്ല. കൂത്തുപറമ്പ് വെടിവെപ്പിന് മുഖ്യ ഉത്തരവാദികൾ ഹക്കിം ബത്തേരിയും ടി ആന്റണിയുമാണ്. വെടിവെപ്പിന് ഉത്തരവ് നൽകിയത് ഡെപ്യൂട്ടി കലക്ടർ ഹൗസിംഗ് ടി ആന്റണിയാണ്. വെടിവെപ്പിന് നേതൃത്വം കൊടുത്തത്, തോക്കുപയോഗിച്ച് വെടിവെച്ചത്, ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ചത് അന്ന് ഫയറിംഗ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ദാമോദരനടക്കമുള്ള പോലീസുകാരാണ്. അപ്പോ ഹക്കിം ബത്തേരി, ടി ആന്റണി, ഈ നീതീകരിക്കാൻ കഴിയാത്ത വെടിവെപ്പിന് ലാത്തിചാർജിന് നേതൃത്വം കൊടുത്ത പോലീസുകാർ, ഇവരെയൊക്കെയാണ് അന്നത്തെ സർക്കാർ UDF മാറി LDF വന്നപ്പോൾ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയത്. ഞാൻ മനസ്സിലാക്കുന്നത് ഹക്കിം ബത്തേരി പിന്നീട് സസ്പെൻഷന് മാത്രമല്ല, ഗൗരവമായ കുറ്റമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അതീവ ഗൗരവമായ ശിക്ഷാ നടപടിയും സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ രവതാ ചന്ദ്രശേഖരന്റെ പങ്ക് എന്താണ്? പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ 38 മുതൽ 41 വരെയുള്ള പേജുകളിലാണ് ഇവർ ഓരോരുത്തരുടെയും പങ്ക് സംബന്ധിച്ച് വിവരിക്കുന്നത്. ഹക്കിം ബത്തേരി വെടിവെപ്പിന് ഉത്തരവാദി, അതെന്തുകൊണ്ട്? അന്ന് നിങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്ന ചില മാധ്യമ പ്രവർത്തകന്മാർ, പ്രസ് ഫോട്ടോഗ്രാഫർമാർ, അന്ന് ചാനലുകളില്ല, ആ പ്രസ് ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ അവർ സാക്ഷികളായി വിസ്തരിച്ചതിന് ശേഷം അതെല്ലാം കമ്മീഷൻ സ്വീകരിച്ചുകൊണ്ടാണ് ആ വെടിവെപ്പിന് ഉത്തരവാദി മൂലകാരണമെന്നാണ് പദപ്രയോഗം ഹക്കിം ബത്തേരിയാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തിയത്. ഒരു ഭാഗത്ത് രവതാ ചന്ദ്രശേഖരൻ എത്രത്തോളം ഈ സംഭവത്തിന് ഉത്തരവാദിയാണ് എന്ന ഉപതലക്കെട്ടിൽ പേജ് 40-ലും 41-ലും പറയുന്ന ഒരു കാര്യം, അദ്ദേഹം
1994 നവംബർ 23 തലശ്ശേരിയിൽ ASP ആയി വൈകുന്നേരം ചുമതലയെടുത്തിയ ആളാണ്. അദ്ദേഹത്തിന് കൂത്തുപറമ്പിനെ കുറിച്ചുള്ള ഭൂമിശാസ്ത്രമോ മറ്റു കാര്യങ്ങളോ അറിയില്ല. അദ്ദേഹം നേരത്തെ മന്ത്രിയെ കണ്ട് എന്തെങ്കിലും സംഭാഷണം നടത്തിയതായി തെളിവില്ല. അദ്ദേഹം ജൂനിയർ IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് സമരത്തിന് നേതൃത്വം കൊടുത്ത ജയരാജനോട് സമരപരിപാടികളെ കുറിച്ച് തിരക്കിയത്. ജയരാജൻ അതിന് മറുപടി നൽകി. മന്ത്രി വന്നാൽ കറുത്ത തുണി പൊക്കി പ്രതിഷേധം പ്രകടിപ്പിച്ച് പ്രകടനമായി പിരിഞ്ഞു പോകുമെന്ന്. മന്ത്രി വരുന്നതിന് മുമ്പ് ടൗൺ ഹാളിന്റെ പരിസരം ശാന്തമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന് ജൂനിയർ IPS ഉദ്യോഗസ്ഥനായ രവതാ ചന്ദ്രശേഖരൻ കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവാദിയാണെന്ന് യാതൊരു തെളിവുമില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു സംശയവുമില്ല, ASP കൂത്തുപറമ്പ് വെടിവെപ്പിന് യാതൊരു പങ്കാളിയുമല്ല എന്നത് സുവ്യക്തമായി ഞാൻ പറയുന്നു. ഇതാണ് കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ പറഞ്ഞത്. കൂത്തുപറമ്പ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു കേസെടുത്തു. കേസിൽ ഇവരെല്ലാം പ്രതികളാണ്. അന്നത്തെ ജില്ലാ പോലീസ് മേധാവി K. പത്മകുമാർ ആയിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ പ്രതിയാണ്. അങ്ങനെ പ്രതികളായവർ ഹൈക്കോടതിയിൽ കേസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു റിട്ട് ഹർജി സമർപ്പിച്ചു. അതിൽ ഒരേ സംഭവത്തിന് 2 FIR പാടില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞ് FIR റദ്ദാക്കി. പക്ഷെ രവതാ ചന്ദ്രശേഖരനെ കുറിച്ച് ഹൈക്കോടതി 2000 സെപ്റ്റംബർ 21 വിധിന്യായത്തിൽ വ്യക്തമായി സൂചിപ്പിച്ച ഒന്ന്, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വെടിവെപ്പിൽ യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ രവതാ ചന്ദ്രശേഖരനെതിരെ കേസ് എങ്ങനെയാണ് നിലനിൽക്കുക? അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസും ഞങ്ങൾ ഒഴിവാക്കുന്നു. അങ്ങനെ പ്രത്യേകമായി പറഞ്ഞത് ASPയുടെ കാര്യത്തിൽ മാത്രമാണ്. പത്മകുമാറിന്റെ കാര്യത്തിലും മറ്റുദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലും ഒരു സംഭവത്തിന് 2 FIR പാടില്ല എന്ന സാങ്കേതിക കാരണം മാത്രമാണ് പറഞ്ഞത്. കൂത്തുപറമ്പ് കേസിലെ പ്രതിയാണ് രവതാ ചന്ദ്രശേഖരൻ, K. പത്മകുമാർ എന്നത് ഹൈക്കോടതി വിധിയോടുകൂടി ഇല്ലാതായി. അതുകൊണ്ടാണ് K. പത്മകുമാറെ പിന്നീട് DGP കേഡറായി പ്രൊമോഷൻ നൽകിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ രവതാ ചന്ദ്രശേഖരനെ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ K. പത്മകുമാറെ DGP കേഡറായി പ്രൊമോട്ട് ചെയ്തതുപോലെ കേന്ദ്ര PSC നോമിനേറ്റ് ചെയ്തവരടക്കമുള്ള ഒരു 5-അംഗ സമിതി DGP ആയിട്ട് യോഗ്യനായ ആളാണ് രവതാ ചന്ദ്രശേഖരൻ അടക്കമുള്ള 3 പേർ എന്ന് ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട ഒരു നിയമനം മാത്രമാണ് ഈ DGP നിയമനം. അതുകൊണ്ട് വസ്തുത ഇതായിരിക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാനാ രീതിയിലുള്ള പ്രചാരവേല നടത്തുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ ശരിയല്ല, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശരിയല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശരിയല്ല. ഓക്കെ, ഞങ്ങള് അന്ന് സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. അത് വെടിവെപ്പിന് ഉത്തരവാദികളായ എല്ലാവരുടെ പേരിലും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ്. ഇന്ന് ഈ ആളുകൾ എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, എല്ലാവരുടെ പേരിലും. അപ്പൊ അങ്ങനെ പറയാൻ കാരണം ഫയറിംഗ് സ്ക്വാഡിലുണ്ടായിരുന്ന ഈ ആളടക്കം വെടിവെച്ചിന്. അപ്പോൾ ആ സംഭവത്തിന് ഉത്തരവാദികളുടെ പേരിലുള്ള നടപടി, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ജുഡീഷ്യൽ കമ്മീഷനാണെങ്കിൽ എല്ലാ തെളിവുകളും നോക്കിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്.
ഹൈക്കോടതി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കൂത്തുപറമ്പ് സംഭവത്തിൽ പ്രതിയായ കെ പത്മകുമാറും പ്രതിയായ രവത ചന്ദ്രശേഖരനും ഒരാൾ DGP കേഡറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു, മറ്റൊരാൾ DGP ആയി ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല കൂടി നിർവഹിക്കുന്ന കേരളത്തിലെ പോലീസ് മേധാവിയായിട്ട് മാറി. ഇതാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് നമ്മൾ ആവർത്തിച്ച് വിശദീകരണം കൊടുക്കുന്നില്ലല്ലോ. അല്ലല്ല, ഈ ആവർത്തിച്ച് ഈ കാര്യം ഞാൻ അന്നത്തെ ദിവസം കായംകുളം അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന അലിയാർ അനുസ്മരണ പരിപാടിയിൽ കമ്മീഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഞാനവിടെ പ്രസംഗിച്ചതാണ്. നിങ്ങളവിടെ ഉണ്ടായിട്ടില്ല. ഞാനന്ന് ഇപ്പം എന്താണോ പറഞ്ഞത് അത് മുഴുവൻ പറഞ്ഞതാണ്. ആവർത്തനത്തിന്റെ ഒരു പ്രശ്നവും ഉത്ഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, സുവ്യക്തമാണ്. പാർട്ടി പ്രവർത്തകരിലോ DYFI പ്രവർത്തകരിലോ ആശങ്കയുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കെട്ടിപ്പൊക്കിയ ആ വാർത്ത ഇതോടുകൂടി അല്പായുസ് മാത്രമുള്ള വാർത്തയായിട്ട് മാറുകയാണ് ചെയ്തത്. ഇനി ഇതിന്റെ മറുഭാഗം ഉണ്ടല്ലോ, രവത ചന്ദ്രശേഖരനെ DGP ആക്കിയില്ല എന്ന് കരുതുക. യോഗ്യതയും കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെ സർക്കാർ ഒഴിവാക്കുന്നു. ഉടൻ വരുന്ന മനോരമയുടെ മുൻ പേജിലെ തലക്കെട്ട് എന്താവും? കൂത്തുപറമ്പിന് പകരം പോക്കൽ. അപ്പൊ ഒരു വിഷയമേ നിങ്ങൾക്ക് വേണ്ടു. നമുക്ക് പകരം പോക്കലുമില്ല, മറിച്ച് പകരക്കാരനെ തീരുമാനിക്കലുമില്ല. നമ്മൾ നിയമപരമായി എന്താണോ അത് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഭിന്നതയും ഇല്ല. ഞാനും സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള 32 പേർ ലാത്തി ചാർജിൽ പരിക്ക് പറ്റിയിട്ട് അവിടെ കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ ടൗൺ ഹാളിന്റെ പരിസരം അർദ്ധബോധാവസ്ഥയിൽ വീണ് കിടക്കുന്ന സമയത്ത് P. ജയരാജൻ അടക്കമുള്ളവരാണ് പ്രകടനമായി പാർട്ടി ഓഫീസിൽ നിന്ന് വരുന്നത്. P. ജയരാജനും ഇതെല്ലാം കണ്ടതാണ്. അതുകൊണ്ടാണ് P. ജയരാജൻ അദ്ദേഹം നടത്തിയ പ്രതികരണത്തെ വളച്ചൊടിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അക്കാര്യം സത്യസന്ധമായി എന്താണ് നടന്നത് എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ ഗവൺമെന്റ് കൈക്കൊണ്ട DGP നിയമനത്തിനെതിരായി ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, എന്നോട് പ്രത്യേക അഭിമുഖം വേണമെന്ന് പറയുന്ന ഒരു ദല്ലാളാണ്. അപ്പൊ പിന്നെ ഏഷ്യാനെറ്റും ദല്ലാളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു കാര്യം വ്യക്തമാണ്, ഈ ദല്ലാളന്മാർ നയിക്കുന്ന മാധ്യമ പ്രവർത്തന ശൈലി അത് ഇടതുപക്ഷ വേട്ടക്കുള്ള ശൈലിയാണ്. അതുകൊണ്ട് ജയരാജൻ തന്നെ സുവ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടും ജയരാജന്റെ നിലപാടും ഈ MV ജയരാജന്റെ നിലപാടും ഇനി പാർട്ടിയിലുള്ള ഏതൊരാളുടെ നിലപാടും ഒറ്റയൊന്നു മാത്രമാണ്. നിയമപരമായി DGP ആയി രവത ചന്ദ്രശേഖരനെ സർക്കാരാണ് തീരുമാനിച്ചത്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ അദ്ദേഹം വെടിവെക്കാൻ ഉത്തരവ് നൽകിയിട്ടില്ല. വെടിവെപ്പിൽ പങ്കാളിയായിട്ടുള്ള ഒരു തെളിവും ഇല്ലെന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുമുണ്ട്.